ഡബ്സിയെ ഒരു പർട്ടിക്കുലർ കേസിൽ പിടിക്കപ്പെടുന്നു എന്ന് വെച്ചോളൂ. പുറത്ത് കേസ് പിടിക്കപ്പെട്ട് ഡബ്സിയെ കൊണ്ട് പോലീസ് പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും ഒരു സ്വരം പുറത്ത് ഉയരുകയാണ്, മുസ്ലിം ആയതുകൊണ്ട് ഡബ്സിയെ ഉപദ്രവിക്കുകയാണല്ലോ, മുസ്ലിം ആയതിൻ്റെ പേരിൽ ഡബ്സിയെ വേദനിപ്പിക്കുകയാണല്ലോ, മുസ്ലിങ്ങളുടെക്കെതിരെ നടത്തുന്ന ഒരു നരവേട്ടയല്ലേ ഇത് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒരു ശബ്ദം ഉയരുകയും ഇതൊരു വിഭാഗം ഏറ്റുപിടിക്കുകയും എതിർക്കാൻ വരുന്നവൻ അത് അപ്പം ഒരു ഹിന്ദു ഒരുത്തൻ ചോദിക്കുകയാണ്, എൻ്റെ പൊന്ന് ചേട്ടാ അവനെ കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ പേര് നിങ്ങൾ എന്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എടാ വർഗീയവാദി തെണ്ടി നീ സംഘി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇതിനെ അനുകൂലിച്ചില്ല എന്നുള്ള പേര് വേറൊരുത്തൻ എതിർക്കാനിവിടെ തുടങ്ങുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഡബ്സി നോക്കുമ്പോഴത്തേക്ക്, ഞാൻ ഡബ്സി എന്ന് പറഞ്ഞാൽ ഡബ്സി ക്ഷമിക്കണം, ഞാനൊരു ഉദാഹരണം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ അയാൾ നോക്കുമ്പോൾ ഇത് കൊള്ളാലി പരിപാടി, എന്നാൽ ഇനിയൊന്നും ആലോചിക്കാല്ലേ, ഞാൻ ആ മുസ്ലിങ്ങളെ രക്ഷകൻ എന്ന് പറഞ്ഞ് അയാൾ പുറത്തിറങ്ങി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ വേടം പാടുക, വേടം കാശ് മേടിക്കുക, അത് 5 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ മേടിക്കുക. ഇപ്പം നമ്മുടെ ഹനുമാൻ കൈൻഡ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന റാപ്പറാണ് കേരളത്തിൽ നിന്നുള്ള, ആ രീതിയിൽ അദ്ദേഹം പോട്ടെ. പക്ഷേ ഒരു കേസ് വന്നതും ആ കേസിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. വളരെ മര്യാദയ്ക്കുള്ള സംസാരമായിരുന്നു അതൊക്കെ തന്നെ. പിന്നെ വന്നിരുന്നിട്ട് ഇപ്പം രാമനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്? 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. ഇപ്പം എന്നോടൊരു അഭിപ്രായം ചോദിക്കണം, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിൻ്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് ഇത് 2 രാജ്യങ്ങൾ മാത്രമാണ്, 2 രാജ്യത്തെ ജനത മാത്രമാണ്. അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല, ഇപ്പുറത്ത് മുസ്ലിമില്ല. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നാലും എന്നെ സംബന്ധിച്ച് അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇനി ഇന്ത്യയെ അനുകൂലിക്കുന്ന രാജ്യം വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് എന്ത് പ്രശ്നം വന്നാലും ഒപ്പമുണ്ട് എന്നും ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായ ഇസ്രായേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. അപ്പം ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളിപ്പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ജനത, അതിന് ഞാൻ ഇനി കരയാൻ തുടങ്ങാമെന്ന് വെച്ചോ. ഞാൻ ഗാസയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നെങ്കിൽ, സൊമാലിയയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നെങ്കിൽ, ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട്, യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ പല കോണിലും നടക്കുന്നുണ്ട്, പല കോണിലും. ഇപ്പൊ ഇറാനിലൊക്കെ. പക്ഷെ വേടനെ സംബന്ധിച്ച് അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. കേരളത്തിൽ ഏത് മാറ്ററാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ആളിക്കത്തി ചർച്ചയായിട്ടുള്ളത്, ആ മാറ്ററുകളെല്ലാം കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. മോദിക്കെതിരെ വേടൻ 1000 പ്രാവശ്യം പറഞ്ഞോ, പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% അനുകൂലിക്കാം. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ആണ് വേടൻ പറയുന്നതെങ്കിൽ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ സംഘപരിവാർ വിരുദ്ധ ശക്തികളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവം രാജ്യത്തിൻ്റെ, ഇപ്പം രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇതിഹാസത്തിൽ, ഇപ്പം ഇവിടെ ജീവിച്ചിരുന്നോ ചരിത്ര പുരുഷനോ എന്നൊന്നും ഞാൻ ഇപ്പം അതിനോടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാമൻ എന്ന് പറയുന്നത് രാജ്യത്തെ ജനത്തിൻ്റെ വലിയൊരു വികാരമാണ്. രാമക്ഷേത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു സങ്കല്പം, ഒരു ക്ഷേത്രമായിരുന്നു. ഇവിടുത്തെ മതങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അനുകൂലിക്കുന്നത്? ബാബറി മസ്ജിദ്, രാമക്ഷേത്രം തമ്മിൽ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണ്, എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വളരെ വർഗീയമായിട്ടുള്ള. ശരിക്കും ഈ വേടനെ വിമർശിച്ച് വേടൻ്റെ വരികളിലേക്ക് അപ്പുറത്തേക്കായിട്ട് അതൊരു ഇൻഡയറക്റ്റായിട്ട് രാഷ്ട്രീയ പാർട്ടിയോട് ഇടതുപക്ഷത്തിനോടുള്ള ഒരു വിയോജിപ്പും കൂടിയാണോ അത് തുറന്നു കാണിച്ചത്? ഇടതുപക്ഷ വിരുദ്ധനാണ് ഞാൻ, പക്ഷെ എന്ന് കരുതി ഇടതുപക്ഷം ചെയ്യുന്ന ശരികൾക്കെതിരെ പറയുന്ന ഒരാളാണ്. ശരിക്കും ആരാൻ്റെ രാഷ്ട്രീയം എന്താ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് രാഷ്ട്രീയം. അതായത് ഇപ്പൊ എന്തിനോടോ ഞാൻ അനുകൂലിക്കുന്നു, അതാണ് എൻ്റെ രാഷ്ട്രീയം, അത്തരത്തിലൊരു ചിന്തയുണ്ടോ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അടുത്ത സമയത്ത് ഒരു രാജ്യദ്രോഹ കേസിൽ പോലും പെട്ട ആളാണ്. ഇപ്പോൾ എന്നെ അതിനു മുമ്പ് വരെ പലരും സംഘി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും. അത് ഓരോരുത്തർക്കും ഓരോ സമയത്തും അവരുടെ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിന്നാൽ ഞാൻ അവരുടെ പാർട്ടി. അതായത് മാരാറിന് ശരിയെന്ന് തോന്നുന്നതാണോ മാരാൻ രാഷ്ട്രീയം, അതോ മാരാർക്ക് ഇഷ്ടമുള്ളവർക്ക് തോന്നുന്നത് എന്താണോ അതാണോ മാരാൻ രാഷ്ട്രീയം? എങ്ങനെ തോന്നുന്നു? ഞാൻ കണ്ടെത്തുന്ന എൻ്റെ കുറേ ശരികളുണ്ട്. അതായത് ഇപ്പം ദളിതരെ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കണം, ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ജാതീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കണം, അതിന് മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ആരെങ്കിലും ഒരുത്തൻ മുന്നോട്ട് വെച്ചതായിട്ട് നിങ്ങൾക്കറിയാവോ? ഇവിടെ പുരോഗമനം പറഞ്ഞ് ജാതിയുടെ പേരും പറഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ് അടിച്ചമർത്തപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ് മുതലാക്കുന്നതല്ലാതെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് 68 വർഷമായില്ലേ നമ്മൾ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം. ഈ ഇതുവരെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിർദ്ദേശം ഇവിടെ ആരെങ്കിലും പറഞ്ഞു? എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ഒരു നായരും ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഏത് ജാതി പറയും? ആ കുട്ടിയെ ആരോട് ഏത് ജാതി പറയും? മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കണം,
ജാതിയിലുള്ള മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം മിശ്ര വിവാഹങ്ങൾക്ക് സർക്കാർ സംവരണം കൊടുക്കണം, ഗ്രാൻഡ് കൊടുക്കണം. അതായത് ഏതെങ്കിലും ഇപ്പം അങ്ങനെ വരുമ്പം ഒരു കെവിനും നീതു ഉണ്ടാവില്ല. ആ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സർക്കാർ പറയണം ഞങ്ങൾ ആ കല്യാണം നടത്തി തരും. അതിനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ എനിക്കറിയാം, നിങ്ങൾ ഇത്തരത്തിൽ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ സർക്കാർ തരാൻ തയ്യാറാണ്. കേരള സമൂഹത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജാതി മറന്ന് വിവാഹം കഴിക്കും. വർഷത്തിൽ എന്നുള്ള രീതിയിലേക്കുള്ള എന്ന് പറയുമ്പോൾ ഈ വർഷക്കാലം അത്രയും തുടർഭരണം ഉണ്ടായിരുന്ന ഇടത് പക്ഷമല്ല. അഞ്ചു വർഷത്തിൽ ഭരണം മാറിപ്പോയിട്ടുണ്ട്. ഈ 5 വർഷത്തിൽ ഭരണം മാറാതെ പോയത് കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രമാണ്, അല്ലെ? കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ്. അപ്പൊ ഇതിനു മുമ്പ് മാറി എപ്പോഴെങ്കിലും മറ്റു പാർട്ടികൾ എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് ഏകീയമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു പാർട്ടിയെ മാത്രം വിമർശിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണ് ദളിതരുടെ രക്ഷകർ, ഞങ്ങളാണ് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവന്റെ രക്ഷകർ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് പിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ കാലങ്ങളായിട്ട് അവർ അഴിമതിക്കാരാണ്. അവർക്ക് ഇടയിൽ അവർക്ക് കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ സമൂഹത്തിലെ അപ്പർ കാറ്റഗറി പെടുന്ന ആൾക്കാരാണ്. ആരെ അനുകൂലിക്കുന്നു, ആർക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നു, ആർക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്തു, അതാണല്ലോ ചോദ്യം. ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം വെല്ലുവിളിയാണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. 1 വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ മേൽജാതി കീഴ്ജാതി അല്ലെങ്കിൽ ദളിതൻ മറ്റവനെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ വേർതിരിവ്. ഈ വേർതിരിവ് സർക്കാർ സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ടും മാറ്റം കൊണ്ടുവരേണ്ട രാഷ്ട്രീയ പാർട്ടി സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ടും സംവരണം നിയമസഭയിൽ കൊടുക്കുന്നുണ്ട്. സംവരണ സീറ്റിലല്ലാതെ ഒരു ദളിതനെ ഒരു ജനറൽ സീറ്റിൽ നിർത്താനുള്ള ധൈര്യം ഇന്നാട്ടിലെ ഇടതുപക്ഷത്തിനുണ്ടോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ സീറ്റിൽ ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ട് ഞങ്ങൾ ജയിപ്പിക്കും, ഇന്നാട്ടിലെ മനുഷ്യർക്ക് ജാതിയില്ല എന്ന് തെളിയിച്ച് വേടനെ മത്സരിപ്പിച്ചു. അപ്പുറത്ത് വേണമെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ല, സ്വതന്ത്രമായിട്ട് മത്സരിക്കാം. നമുക്ക് ജാതി ഇല്ലാതാക്കാൻ അങ്ങനല്ലേ പറ്റൂ. ജാതി ഇല്ലാതാവണമെങ്കിൽ എന്തു വേണം? താഴ്ന്ന ജാതിയാണെന്ന് തോന്നുന്ന ഒരുവന് തനിക്ക് ജാതിയില്ല എന്ന് തോന്നണമെങ്കിൽ അവൻ ജനറൽ കാറ്റഗറിയിൽ തന്നെ പോയി നിൽക്കണം. അവിടെ ജയിക്കുമ്പോഴേ അവന് അഭിമാനം ഉണ്ടാകത്തുള്ളൂ. അവനെ സമൂഹം സ്വീകരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോട് പറയാം, കേരളത്തിൽ മനുഷ്യർക്ക് ജാതിയില്ല. അവൻ ദയനീയമായി പരാജയപ്പെട്ടാൽ അവനൊരു നായർ, അതായത് ഒരു ദളിത് കമ്മ്യൂണിസ്റ്റിന് ഒരു നായർ കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊടുത്തില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു പ്രസക്തി ഇല്ലെന്ന് മനസ്സിലാക്കി. അല്ല, അവിടെ വേറെ കേസ് കൂടി ഉണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ അവന്റെ ജാതി കൊണ്ട് മാത്രമല്ല ഒരാൾ വോട്ട് ചെയ്തിരിക്കുന്നത്, കൂടിയുണ്ട്. ഞാൻ പറഞ്ഞത് വോട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യലും ചെയ്യാത്തതും. ഇപ്പൊ അഖിൽ മാരാർ എന്ന വ്യക്തി ഇലക്ഷനിൽ നിൽക്കുന്നു, കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് മാരാർ വിഭാഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ വ്യക്തി കൂടി നോക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ പല ഇലക്ഷനിലും ഇവിടെ നിൽക്കുന്നവരെ വലിയ പിന്തുണ പാർട്ടിയാണെങ്കിലും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ജാതി ആണെങ്കിൽ പോലും പരാജയപ്പെട്ടവരുണ്ടായിരിക്കാം, അല്ലെ? സപ്പോർട്ട് മാനദണ്ഡം ആക്ച്വലി ഒരാളെ അതിന് എലിജിബിൾ ആണോ, ഇയാൾ അവിടെ വിജയിച്ചിട്ടുള്ള കാര്യം ഇതുകൂടി മാനദണ്ഡമാണ് നോക്കും, അല്ലെ? അപ്പൊ ഒരാൾ തോറ്റത് കൊണ്ട് അതൊരിക്കലും ജാതി സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ സവർണർ ഇവരെ ഏത് രീതി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വിപ്ലവകരമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കണം പറയുമ്പോൾ ശരിക്കും അത്തരം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടാണ് എതിർപ്പ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോഴുള്ള നേതാക്കന്മാരോടാണ് എതിർപ്പ്? ഇരട്ടത്താപ്പിനോടാണ് എതിർപ്പ്. ലോകത്തൊരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ആശയമാണ് കമ്മ്യൂണിസം എന്ന് തിരിച്ചറിഞ്ഞിട്ടും ജനത്തെ എന്തിനിങ്ങനെ പറ്റിക്കണം? സ്ഥിതി സമത്വവാദം എന്നാണ് കമ്മ്യൂണിസത്തിന്റെ അർത്ഥം. സ്ഥിതി സമത്വവാദം എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് തുല്യമായിട്ട് ഉൽപ്പന്നങ്ങൾ എല്ലാവരുടെയും കയ്യിലെത്തിക്കുക, എല്ലാവരും തുല്യരായിട്ടിരിക്കുക. ഇവരുടെ പാർട്ടിയിൽ ആരും തമ്മിൽ തുല്യത. പിണറായി വിജയൻ മഹാരാജാവ്. ഇവിടെ ആരോട് തുല്യതയുണ്ട്? ഒരു ലോക്കൽ കമ്മിറ്റിയുടെ കത്തില്ലാതെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. ജില്ലാ കമ്മിറ്റിയുടെയോ ഏരിയ കമ്മിറ്റിയുടെയോ കത്തില്ലാതെ പോയിട്ട് MLA കാണാൻ പറ്റത്തില്ല. പിന്നെ എന്തോന്ന് ഈ ജനാധിപത്യം? ശരിക്കും ഇപ്പോൾ നിലവിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണോ? നിലവിൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല. 2018 ഞാൻ രാഷ്ട്രീയ പാർട്ടികളിലൂടെയുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കുകയും എൻ്റെതായ രാഷ്ട്രീയം ഞാൻ സ്വതന്ത്രമായി പറയുകയും ചെയ്യാണ്. ഞാൻ ഇനി നാളെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായി എന്ന് വെച്ചോളൂ. അവിടെ ചെല്ലുന്ന സമയത്ത് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രാധാന്യം ഇല്ലാതാവും.